നമ്മൾ സാധാരണഗതിയിൽ പകരക്കാരൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ ഒരു മുഖ്യമന്ത്രിയാണ്. ഞാൻ പിണറായി വിജയനുമായിട്ട് ഒരു കാര്യത്തിൽ ഒരു താരതമ്യം ചെയ്യുകയാണ്. ദോ ഫോർ ദി ഓപ്പോസിറ്റ് റീസൺസ്. മലയാളി വാർത്ത ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. യോഗി ആദിത്യനാഥ് ഒരു നോ നോൺസെൻസ് മുഖ്യമന്ത്രി എന്ന് പറയും. അത് മുഖ്യമന്ത്രിയായിട്ട് ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു 5-6 മുഖ്യമന്ത്രിമാരെ എടുക്കുകയാണ് കഴിഞ്ഞ ഒരു 50 വർഷത്തിൻ്റെ ഇടയിൽ. അതിൽ വളരെ യുണീക്കായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. UP എന്ന് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന വളരെ നൊട്ടോറിയസ് സ്റ്റേറ്റ് ആണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. 10-20 കോടി ജനസംഖ്യയുണ്ട്. ലോകത്തിലെ 150 രാജ്യങ്ങളെക്കാളും കൂടുതൽ ജനസംഖ്യയുണ്ട്. അവിടെ കോൺഗ്രസ് 10-60 കൊല്ലം ഭരിച്ച് കൊടും കുറ്റവാളികളെ, ക്രിമിനൽസിനെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു സംസ്ഥാനമാണത്. ക്രിമിനൽസിനെ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് ഭരിക്കാൻ അവിടെ വന്ന ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും ശരണം കെട്ടും മടുത്ത് ഇരിക്കുമ്പോഴാണ് ദൈവം കൊണ്ടുപോയി വെച്ച പോലെ യോഗി ആദിത്യനാഥ് അതിൻ്റെ ഭരണകർത്താവാണ്. പുള്ളി വന്നത് പിന്നെ കുറ്റവാളികളെ പിടിച്ച് ജയിലിലിടാൻ തുടങ്ങി. കൊടും കുറ്റവാളികളെ ഇല്ലായ്മയും ചെയ്തു. പിന്നെ കുറ്റവാളികളെ പിടികിട്ടിയില്ലെങ്കിൽ പുള്ളിക്കാരൻ ചെയ്ത് അവരുടെ വീടേ ഇടിച്ചു നിർത്തുക. പിന്നെ വീട്ടിൽ വന്ന് താമസിക്കാൻ പറ്റിയല്ലോ. പിന്നെ വീട്ടിലുള്ളവർക്ക് വീട് നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് അവർ തന്നെ നീ പിടികൊടുക്കടാന്ന് പറയും. ഇപ്പം ഇങ്ങനത്തെ ബുൾഡോസർ രാജ് എന്നാണ് അതിന് ഇന്ത്യയിൽ പേര് കൊടുത്തിരിക്കുന്നത്. ബുൾഡോസർ ഉപയോഗിച്ച് വീട് നിരത്തുക. ഇത് പറയുകയാണെങ്കിൽ പലർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യമുണ്ട്. ഈ ബുൾഡോസർ രാജ് ആക്ച്വലി തുടങ്ങിയത് ചൗഹാൻ എന്ന് പറഞ്ഞ മധ്യപ്രദേശിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. 2010 കഴിഞ്ഞ 18-20 ഇടയിൽ കാലഘട്ടങ്ങളിലായിരുന്നു അയാളുണ്ടായത്. ഇന്ത്യയിലെ നഗരങ്ങളൊക്കെ എത്ര വൃത്തിഹീനമാണെന്ന് നമുക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ളവർക്കറിയാം. നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ പോലെ തന്നെ, കേരളത്തിലെ കളിച്ചോടെ മോശമായെങ്കിലും ഉള്ളൂ. ഗാർബേജുകളും കടലാസുകളും എല്ലാ സാധനങ്ങളും വഴി നീളെ, ടൗണിൽ പോലും വഴി നീളെ. ഒരു കാറൊക്കെ അങ്ങ് പോകുമ്പം ഇവിടെ പൊടിപടലും സാറിന് എല്ലായിടത്തും വരും. അവിടെയൊക്കെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കടലാസുകളുമാണ് ഇങ്ങനെ മുകളിലോട്ട് വരുന്നത്. വഴി നീളെ തെരുവ് നായ്ക്കൾ, പശുക്കൾ, ഗോവധമില്ലാത്തതുകൊണ്ട് കറവയറ്റ് പശുക്കളൊക്കെ വീട്ടുകാരങ്ങ് ഉപേക്ഷിക്കും. അത് ടൗണുകളിലും എല്ലായിടത്തും നടന്ന് കഴിഞ്ഞ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വേസ്റ്റ് വരുന്നതൊക്കെ തിന്ന് അവർ ജീവിക്കുന്നത്. അപ്പോൾ വഴി നീളെ പശുക്കളും പട്ടികളും കാരണം വണ്ടി ഓടിക്കാൻ പോലും പറ്റും. ഏതാണ്ട് ഇൻഡോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാനന്ന് താമസിച്ചത് 2013 തൊട്ട് 5-6 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു പല സമയത്തും പല സ്റ്റാറ്റിസ്റ്റിക്കുകളും വരും. തെരുവുനായ്ക്കളുടെ എണ്ണം, പശുക്കളുടെ എണ്ണം. തെരുവുനായ്ക്കൾ ഏതാണ്ട് കോർപ്പറേഷൻ്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 1,00,000 അടുത്ത്. പശുക്കളും അത്രയും കുറവല്ലായിരുന്നു, എന്നാലും ഒരു 10-25,000 ഉണ്ടായിരുന്നു. ഈ പശുക്കളെ വളർത്തുന്നവരും ഉപേക്ഷിച്ച പശുക്കളുമായിട്ട് ഈ ടൗൺ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞത്. അപ്പോൾ ചൗഹാൻ നീത് പറഞ്ഞത് പശുക്കളെ വളർത്തുന്നവർ ടൗണിൽ നിന്ന് ഒരു 15 കിലോമീറ്ററിലും അകലെ പോയി ഗ്രാമപ്രദേശത്ത് പോയി വളർത്തിക്കണം. പശുക്കളെ വളർത്തി അവരെ ടൗണിൽ നിന്ന് മാറ്റാത്തതോടെ പശു ഷെഡുകൾ, പശു തൊഴുത്തുകൾ മുഴുവൻ ഇടിച്ച് നേരത്താണ്. ഈ ഇടിച്ച് നേരത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ പലരും പശുക്കളെ കൊണ്ട് ഗ്രാമപ്രദേശത്തോട്ട് പോയി വാടകയ്ക്ക് വീടെടുക്കുകയോ അല്ലെ പശുക്കളെ വിൽക്കുകയോ ഒക്കെ ചെയ്യും. ചില വലിയ ബുദ്ധിമാന്മാരുണ്ടല്ലോ, നമ്മുടെ മലയാളികളുടെ കണക്ക് ബുദ്ധിയുള്ളവർ. അവർ വിചാരിച്ച് വീട്ടിൽ ഒരു ബെഡ്റൂം പശു തൊഴുത്താക്കിയാൽ എങ്ങനെ ഇരിക്കും. അങ്ങനെ പലരും വീടിൻ്റെ മുറിക്കുള്ളിൽ പശുവിനെ വളർത്താം. അപ്പോൾ നമ്മുടെ ചൗഹാൻ എന്ത് ചെയ്തു? ആ മുറിയും വീട് തന്നെ അങ്ങോട്ട് പൊളിക്കാൻ തുടങ്ങി, ഡിമോളിഷ്. അപ്പോൾ ആൾക്കാർക്ക് രക്ഷയില്ലാതെ അങ്ങനെ പശുക്കളെ മുഴുവൻ ഒരു ഇൻഡോർ എന്ന് പറയുന്ന ടൗണിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞ ആ ഭരണകർത്താവിൻ്റെ തൻ്റെ ഇടം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ചൗഹാൻ ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ ആദിത്യനാഥ് പഠിച്ചത് മിക്കവാറും ഈ ചൗഹാനിൽ നിന്നായിരിക്കും. അതായത് ഈ ബുൾഡോസർ വെച്ച കുറ്റവാളികളുടെ വീടെടുക്കുക. അപ്പം നമ്മുടെ പിണറായി വിജയൻ ഇതിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയന് താല്പര്യം പണം ഉണ്ടാക്കുക, കക്കുക, മോഷ്ടിക്കുക, സ്വർണം കടത്തുക,
വിദേശത്ത് സമ്പാദിക്കുക, മാസപ്പടി വാങ്ങുക, ഇങ്ങനെ പല ധനപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് പുള്ളി. അല്ല, കുറ്റകൃത്യം എന്ന് പറയാൻ പറ്റില്ല, അത് അംഗീകരിച്ച് പ്രവൃത്തി ആയതുകൊണ്ട് അതാണ് പുള്ളിയുടെ രീതി. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറ്റകൃത്യം ചെയ്യുന്ന, അപ്പോൾ ഇത് എല്ലാ കുറ്റവാളികൾക്കും, എല്ലാ മനുഷ്യർക്കും, 100% മനുഷ്യർക്കുള്ള താല്പര്യമാണ്. അവരെന്തേലുമൊക്കെ തരികിട പണികൾ കാണിക്കും, കുറ്റകൃത്യങ്ങൾ ചെയ്യും, പലതരത്തിലുള്ള അഴിമതി, നിയമവിരുദ്ധമാണെന്ന നിയമമുള്ള സ്ഥലങ്ങളിൽ. ഇപ്പം ചാരായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചാരായം വിൽക്കുന്നത് കുറ്റകൃത്യമാണ്. അപ്പം നിയമപരമായിട്ട് ചില കാര്യങ്ങൾ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക, അതെല്ലാവരുടെയും ഒരു സ്വഭാവം. ഇത് പുറത്ത് കൊണ്ടുവരുന്ന, വെളിച്ചത്താകാണ്ടിരിക്കാനാണല്ലോ എല്ലാവരും ഒളിച്ചും കളിച്ചും ചെയ്യുന്നത്. ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നവരെ ആർക്കും സഹിക്കാൻ പറ്റില്ല. ഏത് കുറ്റകൃത്യം ചെയ്യുന്ന ഏത് മനുഷ്യർക്കും, കുറ്റകൃത്യം ഞാൻ ഉദ്ദേശിച്ച കള്ളത്തരങ്ങൾ, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നാട്ടു നടപ്പുള്ള ഒരു കാര്യം അല്ലാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പുറത്താരും അറിയരുത്. പിണറായി വിജയൻ ഇതേ താല്പര്യമുള്ളൂ. പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരും ഈ നുണയല്ലാതെ അവർ ജനിച്ച പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. നുണ പറയുന്ന ഒരു പാർട്ടി, ഒരു സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ. ഇവർ പറയുന്ന നുണ, അത് നുണയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് തെളിവ് ഹാജരാക്കി അവരെ ഇല്ലാതാക്കും. അതാണ് പിണറായി വിജയൻ്റെ തന്ത്രം. ഈ തന്ത്രപ്രകാരം പുള്ളിക്കാരൻ അങ്ങനെയുള്ളവരുടെ എതിരെ കള്ളക്കേസ് എടുത്തു കഴിഞ്ഞാൽ, കള്ളക്കേസ് ആയതുകൊണ്ട് നിലനിൽക്കുകയില്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ ഈ ഇപ്പോഴത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഡിജിറ്റലായിട്ടാണല്ലോ ഈ തെളിവുകൾ ശേഖരിക്കുന്നത്, അത് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം വീടുകളിലും ഓഫീസിൽ റെയ്ഡ് ചെയ്ത് കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ക്യാമറകൾ, മൊബൈൽ ഫോണ്, കീബോർഡ്, മൗസ്, ഇങ്ങനെയൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോകും. ജോലിക്കാരുടെ വീടുകളിലെല്ലാം പോയി റെയ്ഡ് ചെയ്ത് അവിടുന്ന് മോഷ്ടിക്കും ഇതൊക്കെ. എന്നിട്ട് അവരെയൊക്കെ ഇങ്ങനെ ശല്യപ്പെടും. നമ്മുടെ മറുനാട് ഷാജിൻ്റെ ഓഫീസ് നടന്ന എല്ലാവർക്കും അറിയാം. അതേപോലെ I2Iയുടെ മാത്യൂസിൻ്റെ വീട്ടുകളിൽ നടന്നാൽ അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള മോട്ടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് പിണറായിയുടെ തന്ത്രം. ഇപ്പോൾ ഇത് നമ്മുടെ KM ഷാജഹാൻ ആള് തരികിടയാണ്, ചെറ്റയാണ്. പക്ഷെ ചെറ്റയാണേലും അയാൾ ചെയ്ത ഒരു കുറ്റകൃത്യം ഇല്ലാതെ കുറ്റകൃത്യം ആരോപിച്ചുകൊണ്ട് നമ്മുടെ മാങ്കൂട്ടത്തിനെതിരെ നടന്ന പോലെ കേസ് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് പരാതി ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന രീതി, അതാണ് ഷാജഹാനെതിരെ ഷൈൻ എന്ന് പറയുന്ന ഒരു തരികിടയാണല്ലോ. CPM കമ്മ്യൂണിസ്റ്റ് നേതാവായതുകൊണ്ട് തന്നെ തരികിടയായിരിക്കും. പരാതി കൊടുക്കുന്നു, ആക്ഷേപിച്ചു മതി. പിന്നെ കോടതി തന്നെ ചോദിക്കുന്നു, ഷൈനിന് എവിടെയാണ് ഇതിൻ്റെ അകത്ത് മാനക്കേട് ഉണ്ടാക്കി? അപ്പം അവിടെയും ഷാജഹാൻ്റെ വീട്ടിൽ ചെന്ന് വീട്ടുകാരെ ശല്യം ചെയ്യുക, വീട്ടിലുള്ള കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പ് ഉപകരണങ്ങളൊക്കെ മോഷ്ടിക്കുക. ആ കൂടെ വേറെ എന്തെല്ലാം മോഷ്ടിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? അപ്പോൾ ഈ യോഗി ആദിത്യനാഥിൽ പഠിച്ചതാണ് ഇത്. വീട് പൊളിക്കുന്നില്ല എന്നുള്ളൂ, വീട്ടിലെ സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, നമ്മുടെ ആയുധങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് പോകുക. അപ്പോൾ ഈ പിണറായി വിജയൻ ഒരു 3ാം ഭരണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കൂടാതെ അന്ന് ഇതുപോലെ കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും കള്ളക്കേസുകാർക്ക് ആർക്കെതിരാണ് അവരുടെ വീടുകളും നശിപ്പിക്കാൻ തുടങ്ങും ബുൾഡോസർ ഉപയോഗിച്ച്. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. യോഗി ആദിത്യനാഥും പിണറായി വിജയൻ കുറേ തരികിടകൾ അവിടുന്ന് പഠിച്ചെന്ന്, അതായത് ഇങ്ങനെയുള്ള ഡിസ്ട്രക്ഷൻ. പക്ഷെ അവിടെയെല്ലാം കുറ്റവാളികളെ പിടികിട്ടാത്തവരുടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിരപരാധികളെ കുറ്റവാളികളാക്കാൻ വേണ്ടി ചെയ്യുന്നു. അത്രേ വ്യത്യാസമുള്ളൂ വരുന്നത്. അതാണ് കമ്മ്യൂണിസവും BJPയും തമ്മിലുള്ള വ്യത്യാസം. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ ഏത് ഭരണമാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്? തമ്മിൽ ഭേദം എന്ന് പറഞ്ഞാൽ പിണറായിയുടെ ഭരണം ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ആൾക്കാർ വെറുക്കുന്നത്, അല്ലാതെ ബാക്കി കാര്യങ്ങൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതിന് പകരക്കാരനായി വരാനുള്ള VD സതീശനെ പോലെയുള്ള തരികിടകളാണ്. അപ്പോൾ VD സതീശൻ വരുന്നേക്കാളും ഭേദം പിണറായി തന്നെ. അപ്പം പിണറായിക്ക് ഇതാണ് പണിയെങ്കിൽ, അതായത് നിരപരാധികളെ കുറ്റവാളികളാക്കാൻ വേണ്ടി അവരുടെ വീട്ടു സാധനങ്ങളൊക്കെ നശിപ്പിക്കുക എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അപ്പോൾ ആരാണ്? കുറ്റവാളികളെ ഇല്ലാതാക്കാനും കുറ്റവാളികളെ പിടിച്ച് ജയിലിലിടുന്ന ആളുമായ യോഗി ആദിത്യനാഥിനെ പോലെയുള്ളവരാണ് രാജ്യത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ ആവശ്യം. അപ്പോൾ ഇത് ജനങ്ങൾ മനസ്സിലായാൽ ജനങ്ങൾക്ക് തന്നെ കൊള്ളാം. ഇല്ലെങ്കിൽ ഇരട്ടത്തടി കിട്ടിയ ചെകിട്ട് തൂക്കുക എന്ന് പറയുന്ന പോലെ ഈ പിണറായിയുടെ തോന്നിയാസത്തിന് നിന്നു കൊടുക്കുക, എന്നിട്ട് അയാളെ ഇഷ്ടം പോലെ മോട്ടിച്ച് ആയിരക്കണക്കിന് കോടി രൂപകൾ സമ്പാദിച്ച് വിദേശത്ത് നിക്ഷേപിക്കുക. ഇതിന് വളം വെച്ച് കൊടുക്കാൻ കൊള്ളത്തുള്ളൂ. നന്ദി, നമസ്കാരം.
ഈ രാഷ്ട്രീയ വ്യൂ ഞാൻ എയർ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ ബി ജെ പിക്കാരനാണെന്ന്, അല്ലെങ്കിൽ ചിലർ വിചാരിക്കും ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ചിലർ വിചാരിക്കും എനിക്കൊരു രാഷ്ട്രീയവും ഇല്ല, ഒരു മതവും ഇല്ല. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യനെയും എനിക്ക് അവർ ചെയ്യുന്നത് ഇന്നതാണെന്ന് വിളിച്ചു പറയാൻ പറ്റും. എല്ലാവർക്കും ചായ ഉള്ളപ്പോൾ ആ ചായവിൻ്റെ അനുകൂലിച്ച് അവർ സംസാരിക്കത്തുള്ളൂ. ഇപ്പം രാഷ്ട്രീയ പാർട്ടി താല്പര്യമുള്ളവരാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ചെയ്യുന്ന എല്ലാം നല്ലത്. ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആ മതത്തിലെ എല്ലാവരും ചെയ്യുന്ന, അല്ല മതം അധ്യക്ഷന്മാർ ചെയ്യുന്ന എല്ലാം നല്ലത്. അപ്പം നമുക്ക് എവിടെ താല്പര്യമുണ്ടോ അവിടെ നമുക്ക് നിഷ്പക്ഷ വ്യൂ ഇല്ല. എനിക്കൊന്നിനോടും താല്പര്യമില്ല, അതുകൊണ്ട് എല്ലാത്തിനെയും കുറ്റം പറയാം. ഇവരിൽ ആരെങ്കിലും നല്ലത് ചെയ്യുന്നത് അത് നല്ലതാണെന്ന് പറയാം. നന്ദി, നമസ്കാരം. ഞാൻ ക്യാപ്റ്റൻ ജോയ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.